നമ്മുടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ്, അത് കേന്ദ്രമൊന്നും പറയേണ്ട കാര്യമില്ല, വിദേശകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലേ ഉള്ളൂ. വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു വക്താവിൻ്റെ പ്രസ്താവന കണ്ട് ആകപ്പാടെയും ഞെട്ടിയിരിക്കുക. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വെച്ച് തെളിയിക്കും? ഇനി എന്തുകൊണ്ട് തെളിയിക്കും? ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, എനിക്ക് ഒരുപാട് പ്രേക്ഷകർ എഴുതി ചോദിച്ചു, സാർ പൗരത്വം തെളിയിക്കാനുള്ള രേഖ ഏതാണ്? ഇപ്പോൾ ഒന്നുമല്ല, കാരണം പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നാണ് വിദേശകാര്യ വകുപ്പ് പറയുന്നത്. അത് ചിലർ ചോദിച്ചു, ഇത് യഥാർത്ഥത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപമല്ലേ നമുക്ക് എന്ന് ചോദിച്ചു. സത്യത്തിലാണ്, അതില്ല. കാരണം ഈ പാസ്പോർട്ട് എന്ന് പറയുന്ന സാധനം എല്ലാ രാജ്യക്കാരും അവരുടെ പൗരത്വ രേഖയായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഒരാൾ അമേരിക്കൻ പൗരനാണെങ്കിൽ അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡർ അമേരിക്കൻ പൗരനാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ പാസ്പോർട്ട് ഹോൾഡർ എന്ന് പറയുന്നത് സ്വിസ് പൗരനാണ്. ഫ്രാൻസിൻ്റെ ഒരു പാസ്പോർട്ട് ഹോൾഡർ ഫ്രഞ്ച് പൗരനാണ്. അതുപോലെ ജർമ്മൻ, അവരുടെ പാസ്പോർട്ട് ഹോൾഡർ ജർമ്മൻ പൗരനാണ്. ഇറ്റലി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളുടെയും ഒരു തനതായ ഒരു കരുതലാണ് അവരുടെ പൗരന്മാർക്ക് അവർ ഹോൾഡ് ചെയ്യുന്ന പാസ്പോർട്ട് അത് ഹോൾഡ് ചെയ്യാം, അതാണ് ആ പാസ്പോർട്ടാണ് നോക്കേണ്ടത് എന്ന് അറിയാം, പൗരത്വം തെളിയിക്കാനുള്ളത്. പക്ഷേ നമുക്കിനിയിപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് പൗരത്വം തെളിയിക്കാൻ ഒരു രേഖയില്ലാതായി. ഇപ്പോൾ പാസ്പോർട്ടെന്ന് പറയുന്ന പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല, അത് സഞ്ചാരത്തിന് ഉപയോഗിക്കാനുള്ള രേഖയാണെന്ന്. വിദേശ സഞ്ചാരത്തിന് ഉപയോഗിക്കാനുള്ള രേഖയാണെന്ന്. അത് പാസ്പോർട്ട്, അതിനുവേണ്ടി പാസ്പോർട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും പാസ്പോർട്ട്? ഓരോ സമയത്ത് വിദേശ സഞ്ചാരത്തിന് ഒരനുമതി വാങ്ങിച്ചാൽ പോരെ? ഇയാൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് വരുന്നു, ഇന്ത്യക്കാരനല്ലെങ്കിൽ പിന്നെ ഈ പാസ്പോർട്ട് എന്തിനാണ് ഉള്ളത് വേണ്ടത്? എല്ലാ രേഖകളും പരിശോധിച്ചല്ലേ പാസ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആധാർ കാർഡ് വേണം പാസ്പോർട്ട് വാങ്ങണമെങ്കിൽ, പിന്നെ നമ്മുടെ SLC ബുക്ക് വേണം, അതിൻ്റെ ഫ്രണ്ട് പേജ് വേണം, കാരണം നമ്മുടെ പിതൃത്വം മാതൃത്വം ഒക്കെ തെളിയിക്കാനായിട്ടൊക്കെയുള്ള രേഖകൾ വേണം. പിന്നെ അതേപോലുള്ള ഒരുപാട് രേഖകൾ ആവശ്യമുണ്ട്. ഈ രേഖകളെല്ലാം പരിശോധിച്ച്, നമ്മുടെ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ പരിശോധിച്ച്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ പാസ്പോർട്ട്, അത് കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷനോ കഴിഞ്ഞാണ് ഈ പാസ്പോർട്ട് നമുക്ക് തരുന്നത്. അല്ലാതെ ഈ പാസ്പോർട്ട് പോയി അങ്ങ് ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല പാസ്പോർട്ട്. ഈ പാസ്പോർട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഇയാളൊരു ഇന്ത്യക്കാരനാണ് എന്ന് ഉള്ളതിൻ്റെ തെളിവ്. വിദേശ രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ പലരും നമ്മൾ ചോദിക്കും, വിച്ച് പാസ്പോർട്ട് യു ആർ ഹോൾഡിംഗ് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഏത് പാസ്പോർട്ടാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എന്ന് പറയണം. ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടേ ഒക്കുള്ളൂ. നമുക്ക് മൾട്ടി സിറ്റിസൺഷിപ്പ് അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഇന്ത്യയിൽ അത് അനുവദനീയമല്ല ആത്തതുകൊണ്ട്, ഇപ്പോൾ അമേരിക്കൻ പാസ്പോർട്ട് ഒരാൾ നേടിയെടുത്താൽ, അമേരിക്കൻ പൗരനായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. സ്വിറ്റ്സർലൻഡിൽ സ്വിസ് പൗരനായിട്ട് ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അതേപോലെയാണ് മറ്റ് രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൗരനല്ലാതായിട്ട് മാറും. അപ്പം മൾട്ടി സിറ്റിസൺഷിപ്പ് അനുവദിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഈ പാസ്പോർട്ട് ഇതിൻ്റെ പ്രശ്നം? നമുക്ക് പാസ്പോർട്ട് പൗരത്വ രേഖ അല്ലാതാകുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമുള്ളത്, എനിക്ക് തോന്നിയത് പാസ്പോർട്ട് ആക്ടിലെ സെക്ഷൻ 20 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉദ്ദേശം അതാണെന്ന് ഈ വക്താവ് പറഞ്ഞിട്ടൊന്നുമില്ല, വക്താവ് അത് കണ്ടുപോലും കാണത്തില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം, അതായത് മറ്റ് പൗരന്മാർക്കും ചില പ്രത്യേക സാഹചര്യത്തിൽ, അതായത് മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാം. അങ്ങനുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം, അതുകൊണ്ടാണ് ഈ പറയുന്നത്, അത് വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1% പോലും ഇല്ല, 0.1% എങ്ങാനേ കാണുള്ളൂ. എളുപ്പമൊന്നുമല്ല അത് കിട്ടാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് അയാൾ ഇന്ത്യൻ പൗരനാണ്, ഈ പാസ്പോർട്ട് ഉള്ളവരൊന്നും ഇന്ത്യൻ പൗരന്മാരാവണമെന്നില്ല, അത് തെളിയിക്കാനുള്ള രേഖയല്ല എന്ന് പറയുന്നതെങ്കിൽ, ഇങ്ങനെ കൊടുക്കുന്നവന്മാർക്ക്, ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ പാസ്പോർട്ട് കൊടുക്കുന്ന പൗരന്മാർക്ക്, വിദേശികൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി, അവർക്കൊരു പ്രത്യേക കളറിലുള്ള പാസ്പോർട്ട് കൊടുക്കണം, അല്ലേ അത് രേഖപ്പെടുത്തണം. ഇന്ത്യൻ പാസ്പോർട്ടിനകത്ത് ടെമ്പറലി ഗിവൺ ഫോർ എ ഫോറിൻ സിറ്റിസൺ എന്ന് പറയണം. ഇത് അല്ലാതെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ഇന്ത്യൻ സിറ്റിസൺസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ്
ഇനി പാസ്പോർട്ട് ഈ രേഖയല്ലെന്ന് അങ്ങ് പറയുകയാണ്. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതേപോലെ തന്നെ അത് ബോംബെ ഹൈക്കോടതിയുടെ ആണെന്ന് തോന്നുന്ന ഒരു വിധിയുണ്ട്. അപ്പോൾ ആ വിധിയോട് ഞാൻ യോജിക്കുന്നില്ല, ഇത് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നുള്ളതിന്. അത് ഞാൻ നോക്കി, അത് യഥാർത്ഥത്തിൽ ആ ജഡ്ജ്മെൻറ്റ് എനിക്ക് താല്പര്യം തോന്നിയ ഒരു ജഡ്ജ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ചലഞ്ച് ചെയ്യപ്പെടേണ്ട ഒരു ജഡ്ജ്മെൻറ്റാണ്. ഇനി ആധാർ കാർഡ് അടുത്ത് നോക്കിക്കോളൂ. മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ പോലും ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം, ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളുള്ളത് നമ്മുടെ രാജ്യം. ആധാർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വളരെ അങ്ങ് വലിയ ബുദ്ധിമുട്ടാണ്. ആധാർ അതുമായിട്ട് ബന്ധിപ്പിക്കണം, ഇതുമായിട്ട് ബന്ധിപ്പിക്കണം എന്നെല്ലാം ഉണ്ട് ആധാർ. അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് ആധാറും പൗരത്വ രേഖയല്ല. അത് സുപ്രീം കോടതിയും പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനും എല്ലാവരും പറഞ്ഞു, ഗവൺമെൻറ്റും ഒക്കെ പറഞ്ഞു ആധാറും പൗരത്വ രേഖയല്ല. പിന്നെ ഇനി എന്താ, റേഷൻ കാർഡ് കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക്? പൗരത്വൻ റേഷൻ കാർഡ് നോക്കിയാൽ അത് ഇല്ല. കാരണം ആധാർ കാർഡ് ഓരോ സേവനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. ആധാർ കാർഡ് വിവരശേഖരണത്തിനും ബാങ്ക് ഡീറ്റെയിൽസിനും മാത്രമുള്ളതാണെന്നുള്ളതാണ്. ഇനി അടുത്തത് ഇലക്ഷൻ ID കാർഡ് എടുത്താലോ, അത് വോട്ട് ചെയ്യാൻ മാത്രമുള്ളതാണ്. അപ്പോൾ വിദേശ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുമോ? ഇലക്ഷൻ ഇത് കൊടുക്കുമോ? കാർഡ് കൊടുക്കുമോ? ഇല്ലല്ലോ. ഇവിടുത്തെ പൗരത്വം വരെ നോക്കിയിട്ടാണ് ഇലക്ഷൻ ID കാർഡ് കൊടുക്കുന്നത്. ഇപ്പം അതും നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും എടുക്കത്തില്ലെങ്കിൽ എന്നാൽ അതങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇലക്ഷൻ ID എടുത്താലും മതിയായിരുന്നു, പക്ഷെ അതും എടുക്കത്തില്ല. പിന്നെന്താ, റേഷൻ കാർഡ് പൗരത്വ രേഖയല്ല, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള സാധനം മാത്രമാണ്. എങ്കിൽ പിന്നെ ഏതാണ് പൗരത്വ രേഖ എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? എന്താ ഇത്? ലോകരാജ്യങ്ങളിലെല്ലാം പാസ്പോർട്ടെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതല്ല. ഇനി ഒരാടെ ഇപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണം. നമ്മുടെ ഇന്ത്യ ജനിച്ചതാണ്, അത് ഇത്ര നാൾ മുമ്പ് ജനിച്ചതാണ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇനി അതും കൂടെ കൊണ്ടു നടന്നാലോ? സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതൊന്നും പിന്നെ ഇതെല്ലാം, അതായത് നമ്മളെ ഈ അച്ഛനും അമ്മയും ആരാണെന്ന് നോക്കുക, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ താമസ സ്ഥലം എവിടെയാണെന്ന് നോക്കുക, പിന്നെ ഇതും കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് തെളിവെടുക്കുക, പോലീസ് വെരിഫിക്കേഷൻ നടത്തുക, റേഷൻ കാർഡ് തുടങ്ങിയ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടാണ് ഈ പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുന്നത്. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ടും അത് പൗരത്വ രേഖയല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ എവിടുത്തെ പൗരന്മാരാണ്? എന്ത് ചെയ്യാനൊക്കും? ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ വന്ന് നമ്മളെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണം, ഈ പൗരൻ ആണെന്ന് പറയണമെങ്കിൽ ഇനി എന്താണ് അതിൻ്റെ കാരണമെന്നൊന്ന് വെളിവാക്കണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമല്ലേ? അതെങ്കിലും ചെയ്യണം. അല്ലാതെ ഇതുപോലെ ആളുകളെ ഇട്ട് വട്ടം കറക്കരുത്. പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്ത്യൻ പൗരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൗരത്വ രേഖയല്ല. പിന്നെ എന്താ പൗരത്വ രേഖ ഉള്ളത്? എന്താണ് ഏതാണ് പൗരത്വ രേഖ? ഇതൊന്ന് വെളിവാക്കണ്ടേ? അതിന് ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? ഈ വിദേശകാര്യ വകുപ്പ് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് പറഞ്ഞു തരണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക്.